ഷിരൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള അന്ത്യയാത്രയിലാണ് നമ്മുടെ അർജുൻ. DNA പരിശോധനാ ഫലത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ കാർവാറിൽ ഏറ്റുവാങ്ങി. ട്രക്കിനെ സാക്ഷി നിർത്തി ഗംഗാവലി പുഴയോടും അർജുൻ യാത്രാമൊഴി ചൊല്ലാൻ പോവുകയാണ്. മൃതദേഹം നാളെ രാവിലെയോടെ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കും. ഈ പാതയിലൂടെയാണ് അർജുൻ തൻ്റെ ട്രക്ക് അവസാനമായി ഓടിച്ചു വന്നത്. ജൂലൈ 16-ാം തീയതി പുലർച്ചെ 3:30 ഈ പാതയിലൂടെ ഈ ആംബുലൻസ് കടന്നു വരുന്ന അതേ വഴിയിലൂടെയാണ് ആ ട്രക്കുമായി അർജുൻ ഷിരൂരിൽ ഗംഗാവലി പുഴയുടെ തീരത്ത് ലക്ഷ്മൺ ധാബയുടെ കടയുടെ മറുവശത്ത് പാർക്ക് ചെയ്തത്. ഗംഗാവലി പുഴയെ സാക്ഷി നിർത്തി ലക്ഷ്മണന്റെ ധാബയിരുന്ന ഷിരൂരിലെ ആ പ്രദേശത്തെ സാക്ഷി നിർത്തി അർജുൻ അന്ത്യയാത്ര നടത്തുകയാണ്. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, ഇനി ഈ കാഴ്ചയും സ്ഥലവും തീരവും ഗംഗാവലി പുഴയുമെല്ലാം നമ്മുടെ ഓർമ്മകളിൽ മാത്രമാണ്. അർജുൻ്റെ വിലാപയാത്ര അതുവഴി കടന്നു പോകുമ്പോൾ ഗംഗാവലി പുഴ വളരെ ശാന്തമായി ഒഴുകുന്നുണ്ട്. ആ വാഹനം തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ രൂപമാറ്റം സംഭവിച്ച് കരയിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു കാഴ്ചയാണല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ജൂലൈ 16-ന് ഈ ഗംഗാവലി പുഴയുടെയും അതോടൊപ്പം തന്നെ ഷിരൂർ കുന്നുകളുടെയും അടിത്തട്ടിൽ സുരക്ഷിതനായി ശാന്തനായി കിടന്നുറങ്ങിയ അർജുനാണ് ഈ പുഴയിൽ, ഈ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട പുഴയിൽ കഴിഞ്ഞ 72 ദിവസം കിടന്നത്. ആ അർജുനാണ് ഇപ്പോൾ ഈ ട്രക്കിനെ സാക്ഷി നിർത്തി ഷിരൂരിനോടും അതോടൊപ്പം തന്നെ ഗംഗാവാലിയോടും അന്ത്യയാത്ര ചൊല്ലുന്നത്. കരളലിക്കുന്ന നിമിഷങ്ങളാണ്. വൈകാരികമായ യാത്രയയപ്പാണ് ഈ കർണാടക പോലും, അന്യസംസ്ഥാനമായിട്ട് പോലും ഈ കർണാടക നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 6 മണിയോട് കൂടിയാണ് കാർവാറിലെ ആശുപത്രി മോർച്ചറിയിൽ നിന്നും അർജുനെ കേരളത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. അതിനിടയിലാണ് ഈ ഗംഗാവലി പുഴയിൽ അപകട സ്ഥലത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും ഇവിടെ അന്ത്യയാത്രാമൊഴി നൽകി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. നാളെ പുലർച്ചെ 5 മണിയോടുകൂടി ജന്മനാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കരളലിക്കുന്നു. ഏതാണ്ട് മനുഷ്യസാധ്യമായ എല്ലാ തെരച്ചിലുകളും നടത്തി അസാധ്യമെന്ന് കരുതിയ രീതിയിൽ ദൗത്യം മുന്നോട്ട് പോയി. അതിനുശേഷമാണ് അർജുനെ 72-ാം ദിവസം ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കോരിയെടുക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം അർജുൻ്റെ സഹോദരനടക്കമുള്ള ആളുകൾ ഈ ട്രക്കിൽ നിന്നെടുത്ത ഭാഗങ്ങൾ, അർജുൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ ഈ ട്രക്കിൽ നിന്ന് വലിച്ച് താഴെയിട്ടപ്പോൾ അത് പരത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. കരളലിയിക്കും നമ്മൾ. അതോടൊപ്പം തന്നെ അർജുൻ്റെ കുഞ്ഞിൻ്റെ ആ ട്രക്കിൻ്റെ മിനിയേച്ചർ അടക്കമുള്ള ഭാഗങ്ങൾ ഈ ട്രക്കിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മളടക്കം കരഞ്ഞതാണ്. കേരളം ഒന്നാകെ കരഞ്ഞതാണ്. ആ അർജുനാണ് ഈ ഗംഗാവാലിയോട് യാത്ര പറഞ്ഞ് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഓക്കെ അഭിലാഷ്, വല്ലാതെ വേദനിപ്പിച്ച ഒരു യാത്രയായി മാറിയതാണ്, അന്ത്യയാത്രയാണ്. ഇനി ഷിരൂർ കുന്നുകളുടെ താഴ്വരയിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിലില്ല. ഗംഗാവലി പുഴയിലെ ആഴമോ ഗംഗാവലി പുഴയുടെ ഒഴുക്കോ അളക്കാൻ സാങ്കേതിക സംവിധാനങ്ങളെത്തില്ല. അവിടെ ഇപ്പോഴും ലോകേഷും ജഗന്നാഥും ആ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ എവിടെയോ ഉണ്ട്. ഇനി അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാവും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അർജുനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഷിരൂരിലൂടെ ട്രക്കിനെ സാക്ഷി നിർത്തി ഗംഗാവലി പുഴയെ സാക്ഷി നിർത്തി മടങ്ങുന്ന കാഴ്ചയാണ്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി AK അഭിലാഷ്.